നിർമ്മാതാവ് നൽകിയ വഞ്ചനാ പരാതിയിൽ പോലീസ് കേസെടുത്ത് പിന്നീട് കോടതി ജാമ്യം നൽകിയ അഭിലാഷം സിനിമയുടെ സംവിധായകൻ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്നലെ അസാധാരണമായൊരു നടപടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ കോടതി അതിരൂക്ഷമായി പോലീസിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഇതിൽ പറയാനുള്ളത്? ഫെബ്രുവരി 4-നാണ് FIR ഇടുന്നത്. നമ്മളത് അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. നമുക്ക് സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 15-ാം തീയതി വൈകുന്നേരമാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത്. SI ആണ് വിളിച്ചത്. വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു ലൊക്കേഷനിലേക്ക് ഷൂട്ടിന് പോവുകയാണ്. 16-ാം തീയതി എനിക്ക് ഷൂട്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തി ഞാൻ സാറിനെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരുന്നത്. 18-ാം തീയതി എനിക്ക് ജാമ്യാപേക്ഷ പരിഗണനയിൽ നിൽക്കുകയാണ്. നമ്മൾ 6 പേരും പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട 6 പേരും മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവരെ നമുക്ക് പോലീസിൽ നിന്നോ മറ്റൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ ഭാഗം നിയമപരമായിട്ട് സേഫ് ആക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ജാമ്യം പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പ് നിർബന്ധപൂർവ്വം എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്, അതും എൻ്റെ ഫ്ലാറ്റിൽ കുത്തിപ്പൊളിച്ചകത്ത് കയറിയിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിപ്പം ഓൾറെഡി പരാതി വ്യാജമാണ്. സിനിമ ഇറങ്ങിയിട്ടൊരു വർഷമായി. നമ്മുടെ സിനിമയിലുടനീളം പ്രൊഡ്യൂസറായിട്ട് നമുക്ക് തർക്കങ്ങളുണ്ടായിരുന്നു. എൻ്റെ കരിയർ ഇല്ലാതാക്കും, എന്നെ ഇനി സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളത് പലവട്ടം ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ടെക്നീഷ്യൻസിനോടും ഇതേ വാശി ഇവർ മുൻപ് വെച്ച് പെരുമാറിയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതികാരമാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാൻ ഒരു ഉയർന്ന രാഷ്ട്രീയ സമ്മർദ്ദം പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അത് പറയുന്നുണ്ട്. ഈ നിർമ്മാതാവിന് ഇത്രയും ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഇത്രയും ഒരു ഹോൾഡ് പോലീസിലുണ്ടോ എന്നൊരു സംശയം കൂടി തോന്നിപ്പോകുന്നുണ്ട്. കാരണം അത്തരത്തിലൊരു നടപടിയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരണ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കാനുള്ളൊരു കാരണം ഉറപ്പായിട്ടും അങ്ങനെ ഞാനൊരു സാധാരണക്കാരായിട്ടുള്ള പൗരനാണ്. പോലീസ് വിളിക്കുമ്പോൾ കേസുമായി സഹകരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിറ്റേ ദിവസം എനിക്ക് വേണമെങ്കിൽ അവിടെ പോകാവുന്നതുമാണ്. അത്രേ ഉള്ള കാര്യം. ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ളൊരു തർക്കം, പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒരു സിവിൽ കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഒരു തർക്കത്തിൻ്റെ പേരിലുള്ള കേസ് ഇത്ര രൂക്ഷമായി, ഇവരുടെ പ്രധാന ഉദ്ദേശം എന്നെ നാണം കെടുത്തുക, എൻ്റെ സിനിമകൾ ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വഴി അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെയൊന്നും കയ്യിൽ നിൽക്കില്ല, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. ഇത് കുറച്ച് വലിയ കളികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. CMൻ്റെ ഓഫീസിൽ നിന്നടക്കം ഈ പറഞ്ഞ പോലെ ആൻസരികയുടെ രാഷ്ട്രീയ സ്വാധീനം ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അതങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലായി. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം പോലീസിന് എന്നോടുള്ള സമീപനം വളരെ നല്ല രീതിയിലായിരുന്നു. കാരണം ഞാൻ പൂർണ്ണമായിട്ടും സഹകരിച്ചു, കൃത്യമായി എൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും പോലീസിനും അത് എൻ്റെ നിരവധിത്വം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് കോടതി ഈ പറഞ്ഞ പോലെ എന്തിനായിരുന്നു ഇത്ര ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്ന് പോലീസിനെ ചോദിച്ചിട്ടുള്ളത്. ഇത് നിർമ്മാതാവ് MA ബേബിയുടെ ബന്ധുവാണ്. ആ ഒരു രാഷ്ട്രീയ സ്വാധീനം തന്നെയായിരിക്കും ഈ അറസ്റ്റിലേക്ക് കടന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു സഖാവ് MA ബേബിയുമായിട്ടുള്ള അടുപ്പം ഇവർ പല രീതിയിൽ പല സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളൊരു 1.5 വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരല്ല. ഇവരത് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. സഖാവ് നമ്മുടെ സിനിമയെ സെറ്റിൽ വിസിറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഭയങ്കര അടുത്ത ബന്ധമാണ്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം ഈ ഒരു ബന്ധമാണ്. അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം. അല്ലാത്ത പക്ഷം ഇങ്ങനെയൊരു പരാതിയുടെ പുറത്ത് അതും എന്ത് തന്നെ സംഭവിച്ചാലും വാട്ട് എവർ ഹാപ്പൻസ്, ജാമ്യം കിട്ടുന്നതിൻ്റെ തലേ ദിവസം എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ളൊരു പിടിവാശി. ഞാൻ അങ്ങനെ ഒളിവിൽ കഴിയുന്ന ആളല്ല. എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടില്ല, ഞാൻ എവിടേക്കും മാറിപ്പോയിട്ടില്ല. ഞാൻ എൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പരസ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അടുത്ത സിനിമകളുടെ പ്രൊജക്റ്റുകളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർ പല രീതിയിൽ എൻ്റെ പ്രൊജക്റ്റുകൾ മുടക്കിയിട്ടുണ്ട്. എന്നെ സിനിമ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എഗ്രിമെൻറ്റിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഞാൻ തുടങ്ങാൻ നിൽക്കുന്ന സിനിമകൾ ഇവർ വിളിച്ച് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവർ ഈ അറസ്റ്റും ആ രീതിയിൽ തന്നെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഈ ഒരു പരാതി നിലനിൽക്കുന്നതാണ്. അതൊരു സമവായത്തിലെത്തിയിരുന്നു. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നമ്മൾ ഈ സിനിമയുടെ പേയ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പല ടെക്നീഷ്യൻസിനും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടാവുകയും പ്രൊഡ്യൂസർ അസോസിയേഷൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഫെഫ്കയും ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഞാനും നിർമ്മാതാവും പരാതികൾ പരിഹരിച്ച് ഒപ്പിട്ട് മുന്നോട്ട് പോവുകയും പിന്നീട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർ വീണ്ടും പ്രൊഡ്യൂസർ അസോസിയേഷനെ ബന്ധപ്പെടുകയും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് നിയമപരമായിട്ടും ഈ പറഞ്ഞ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് പ്രൊഡ്യൂസർക്ക് മാക്സിമം
അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മൾ അങ്ങനെയാണ് ഈ സിനിമയോട് സഹകരിച്ചിട്ടുള്ളത്. നമുക്ക് അർഹതപ്പെട്ട പലതും നഷ്ടപ്പെടുത്തിയിട്ടും നമ്മുടെ കരിയർ അങ്ങനെ ഈ സിനിമ മുന്നോട്ട് പോകുന്ന സമയങ്ങളിലടക്കം എൻ്റെ കരിയറിനെ ഇവർ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മാക്സിമം സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളതാണ്. തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അസോസിയേഷൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പരാതി വന്ന സമയത്ത് ഞാൻ ഫെഫ്കയുമായി ബന്ധപ്പെട്ട സമയത്ത് ഫെഫ്ക പ്രൊഡ്യൂസർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട സമയത്ത് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് ഈ പറഞ്ഞ ആൻസറിക്കൊക്കെ ഇരു സംഘടനകളിലും വിശ്വാസമില്ല, അതുകൊണ്ട് നിയമപരമായിട്ട് പോവുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ നമ്മളും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഫെഫ്ക നിർദ്ദേശിച്ചത്. ഒരു കാര്യം കൂടി, ഇതിൽ പറയുന്നത് ഒരു ഹാർഡ് ഡിസ്ക് അടക്കം കൈവശപ്പെടുത്തിയെന്നാണ്. റിലീസായ OTT വരെ എത്തിയ ഒരു ചിത്രത്തിൻ്റെ ഹാർഡ് ഡിസ്ക് എങ്ങനെയാണ് ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് നൽകാതിരിക്കുന്നു എന്നുള്ളൊരു പരാതിയിലൊക്കെ എത്രമാത്രം ആധികാരികതയുണ്ട്? അതിപ്പോൾ ഇത് വാർത്ത കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സിനിമയെ ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളത് DI സ്റ്റുഡിയോയിലാണ് ഹാർഡ് ഡിസ്ക് കിടക്കുന്നത്. സ്റ്റുഡിയോയിലെ കളറിസ്റ്റ് അവിടെ നിന്ന് മാറുന്ന സമയത്ത് മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് പോകുന്ന സമയത്ത് പ്രൊഡ്യൂസറെ വിളിച്ച് ഇൻഫോം ചെയ്തതാണ് ഹാർഡ് ഡിസ്കുകൾ വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൊഡ്യൂസർ ഈ അടുത്താണ് പോയി കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഹാർഡ് ഡിസ്ക് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഹാർഡ് ഡിസ്കുകൾ അവിടെ ഏൽപ്പിക്കുന്നതും അത് കൊണ്ടുപോകുന്നതൊക്കെ പ്രൊഡ്യൂസറുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഹാർഡ് ഡിസ്കുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറുടെ നിർദ്ദേശപ്രകാരം ആ പ്ലാറ്റ്ഫോമുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതിനെല്ലാം കൃത്യമായ രേഖകളും പ്രൊഡ്യൂസർക്ക് കയ്യിലേൽപ്പിക്കുക, അത്തരം കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഹാർഡ് ഡിസ്ക് എങ്ങനെ മിസ്സായി എന്നുള്ളത് നിർമ്മാതാവിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ അതൊരു ഈ കേസിന് ബലം കൂട്ടുക, ബജറ്റ് കൂടുക എന്നുള്ളത് സിനിമയിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബജറ്റ് കൂടിയെന്നും പറഞ്ഞ് പരാതി കൊടുത്തതിന് നിൽക്കില്ല എന്ന് അറിയുന്നതുകൊണ്ടാവും അടുത്ത പരാതികൾ. പിന്നെ ഇങ്ങനെ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 12,000-14,000 രൂപയാണ്. നമുക്ക് ലക്ഷങ്ങളാണ് നമുക്ക് എല്ലാവർക്കും പേയ്മെൻറ്റ് തരാനുള്ളത്. അത് പിടിച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. പിന്നെ ഇതിൻ്റെ കോപ്പി സ്റ്റുഡിയോസിലും അവിടെ എല്ലാം ഉള്ളതാണ്. ഇവർക്കൊരു കോപ്പി വേണമെങ്കിൽ, മാസ്റ്റർ കോപ്പി വേണമെങ്കിൽ അത് എടുക്കുന്നതിനോ കൊണ്ടുപോകുന്നതിനോ പിന്നീട് ഒന്നൊരു തടസ്സമില്ല. സിനിമയുടെ എല്ലാ ബിസിനസ്സുകളും കഴിഞ്ഞതുമാണ്. നിയമപരമായി തന്നെ ഇതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം എൻ്റെ ഫ്യൂച്ചറാണ് പോകുന്നത്. ഈ വാർത്തയോട് കൂടിയിട്ട് ഞാനൊരു പ്രശ്നക്കാരനായ സംവിധായകനെന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചത്. അതാണിപ്പോൾ നടന്നത്. അറസ്റ്റ് പോലും ഞാൻ എന്തോ ക്രിമിനൽ എന്ന രീതിയിലാണ്. എന്നെ വിളിച്ച സ്റ്റേഷനിൽ പോകാൻ മാത്രമുള്ളൊരു ആളാണ് ഞാൻ. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് എന്നെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക, എൻ്റെ കരിയർ ഇല്ലാതാക്കുക. ഞാനിനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇനി പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ എന്നെ ഏത് രീതിയിലാണ് പ്രൊഡ്യൂസർ അപ്രോച്ച് ചെയ്യുക? എൻ്റെ ഇനിയുള്ള ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ഭാവി എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെടും. ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംവിധായകൻ ഷംസുദ്ദീൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇതിലൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസ് തന്നെയാണ്, അറസ്റ്റ് അടക്കം അങ്ങനെയാണ് നടന്നതെന്ന് പറയുന്നു. കോടതി വരെ അതിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയുമാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.